ഹായ് കൂട്ടുകാരെ, ഞാൻ അപ്പു. ഞാൻ എത്തി തേനീച്ചക്കൂട്ടിലെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ. അങ്ങനെ നമ്മൾ ക്ഷാമകാലത്തെക്കുറിച്ച് പഠിച്ചു. ഇനി വളർച്ചാകാലം. ക്ഷാമകാലത്ത് കറുത്ത അടകളും മടിയനിടകളും എല്ലാം വെട്ടിക്കളഞ്ഞ് 3 അടയിലോ അല്ലെങ്കിൽ 4 അടയിലോ ആക്കി ചെറിയ കോളനിയാക്കി വയ്ക്കണം. ആ കോളനികൾക്ക് 7 ദിവസത്തിലൊരിക്കൽ പഞ്ചസാര സിറപ്പ് നൽകുകയും അവരുടെ കൂടിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും അവരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ഏകദേശം 30 ദിവസം പരിപാലിക്കുമ്പോൾ ബാക്കിയുള്ള 3 അടകളും കെട്ടി 6 അടകളുള്ള ഒരു വലിയ കോളനിയായി മാറുകയാണ് വളർച്ചാകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ. അതിനുവേണ്ടി ഈ വളർന്നു വലുതായ കോളനി 2ആയി ഡിവിഷൻ ചെയ്ത് പഴയ റാണിയെ പുതുക്കണം. നിങ്ങൾക്കിപ്പോ തോന്നുന്നത് എന്താണ് റാണിയെ പുതുക്കലെന്നല്ലേ? ഒരു കോളനിയിൽ നിലനിൽക്കുന്ന റാണിയെ ഒഴിവാക്കി പുതിയ റാണിയെ നൽകുന്ന പ്രക്രിയയാണ് റാണിയെ പുതുക്കൽ എന്ന് പറയുന്നത്. തേനീച്ചകളുടെ വളർച്ചാകാലത്തിൽ എല്ലാ തേനീച്ച കർഷകരും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് റാണിയെ പുതുക്കൽ. എന്തിനാണ് റാണിയെ പുതുക്കേണ്ടത് എന്നും എങ്ങനെയാണ് റാണിയെ പുതുക്കേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്റെ പഴയ വീഡിയോകൾ പോയി കാണണേ. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.